എടാ അന്ന് വന്നേ, നീ ഇത് എന്തുവാ എത്ര ലേറ്റ് ആവുന്നേ? എനിക്ക് തലയ്ക്ക് ഭ്രാന്താണ് എത്ര നേരത്തേക്ക് അവിടെ പോയിരിക്കാൻ. നിനക്ക് കൃത്യസമയത്ത് ക്ലാസ്സിൽ കയറണമെന്നൊന്നും ബോധം പോലും ഇല്ലേ? എടാ നീ ഒന്ന് നേരെ നിന്നേ. എന്താ നിന്റെ പേരെന്തുവാ? നിന്റെ പേരെന്തുവാന്ന്? മിനൻ ജോസഫ്. അയ്യോ എന്റെ കൂട്ടുകാരനെ കൊന്നേ. എന്തുവാടാ എന്താ? സത്യം പറ, നീ ആരാ? നിന്റെ അപ്പൂപ്പൻ. കാര്യം പറയട വന്നി. അല്ല, കോളേജിന്റെ ഫ്രണ്ട് വശം പോലും കാണുന്ന ഇഷ്ടമല്ലാത്ത ആളാണ് ഇപ്പൊ കോളേജിൽ സമയത്തിന് കയറണം പറഞ്ഞു വന്നിക്കുന്നത്. അയ്യേ, നീ വാ തുറക്കാത്തട്ടോ നല്ലതാണ്, മിണ്ടാണ്ടിരുന്നു. എന്താടാ വായനാറ്റം ഉണ്ടോ? അയ്യോ, വൃത്തികെട്ടവനെ കൊണ്ട് വലിയ മേളമായല്ലോ. നീ കേറണമെങ്കിൽ കേറി, ഞാൻ കുളിക്കാൻ പോവാ. ഓ എന്റെ പൊന്നിറക്കം, നീ ഇതുവരെയായിട്ട് കുളിച്ചില്ല? ഇത്ര നേരമായില്ല, ഒരു ഉത്തരവാദിത്വം ഇല്ലാണ്ട് ഇങ്ങനെ നടന്നോ? അതെ ആ പറഞ്ഞ സാധനം എനിക്ക് തീരെയില്ല. നീ കേറണമെങ്കിൽ കേറി, ഞാൻ വാലടയ്ക്കാൻ പോവാ. എടാ ഇത് എങ്ങനെയുണ്ട്? ഇത് ഞാൻ വായിൽ വെക്കുന്നു, അത് കൈ പിടിക്കുന്നു. എന്റെ കർത്താവ്, ഇത് എന്ത് പാടാ ഇത്? നമ്മൾ എന്ത് ചെയ്യുമ്പോഴും വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്യണം. അതാ. അതെ ഞാൻ അവളുടെ കൈകൾ ഇങ്ങനെ കോർത്ത് പിടിച്ച് ഞാനൊന്ന് മൊത്തം പറയട്ടോ പുല്ലേ. സോറി പറ. ഞാൻ അവളുടെ അടുത്ത് ചെന്ന് കണ്ണുകളിലേക്ക് നോക്കി അമൃതലമായ ചുണ്ടിൽ. അത് നീ പോയൊരു പെണ്ണിനെ കണ്ടുപിടിക്ക്, എന്നിട്ട് വിവരിക്ക്. കളഞ്ഞ ഫ്ലോ കളഞ്ഞു. നമ്മളെ കൊണ്ട് ഇതല്ലേ പറ്റൂ. അവളെവിടെ? ആര്? സെലീന? അവളവിടെ ഭയങ്കര ഒരുക്കും. എന്തിനാ ഇതിന് മാത്രം ഒരുങ്ങണേന്ന് എനിക്ക് അറിയാൻ പാടില്ല. അവിടെ പെൺപിള്ളേര് മാത്രല്ല ആൺപിള്ളേരും വരും. അതിന് അവിടെ പെൺപിള്ളേര് വരണമെന്ന് പറഞ്ഞപ്പോ നീ ഇതിന് മാത്രം കിടന്ന് ഓവറാക്കിയിട്ട് എന്നിട്ട് അവക്ക് റെഡിയാവാൻ പാടില്ല എന്നാ? അങ്ങനെ. അങ്ങനെ. അതൊക്കെ അവിടെ നിക്കട്ടെ. അവളങ്ങനെ പിന്നെ വരുന്നത്? അത് അവളുടെ അച്ഛൻ കൊടുന്ന് ആക്കിക്കോളും. ശരി, എങ്കിൽ വാ പോവാം. കോളേജൊക്കെ ഇന്ന് സൈലന്റ് ആയിട്ടാ കിടക്കുന്നത്. ഈ പിള്ളേർക്കൊക്കെ ഒന്ന് നേരത്തെ വന്നൂടെ? പിന്നെ പിള്ളേർക്ക് പ്രാന്തല്ലേ നിന്നെ പോലെ രാവിലെ ഇവിടെ എണീച്ച് വന്നിരിക്കുക. എടാ നീ ഒന്നാളെ വിളിച്ചു നോക്ക്. അവളിങ്ങനെ ഒറ്റയ്ക്ക് വന്നെങ്കിലോ നമുക്ക് പോയി കൂട്ടിയിട്ട് വരാം. എടാ നീ ഒന്നും മിണ്ടാതിരിക്കുക. അവളുടെ വീട്ടില് വണ്ടിയും വെള്ളം ഈ സാധനങ്ങളെല്ലാം ഉണ്ട്. അവൾ എങ്ങനെയായാലും ഇവിടെ വന്നോളൂ, അല്ലെങ്കിൽ അവൾക്ക് കാലുണ്ടല്ലോ. അതൊക്കെ ശരി തന്നെയാ, പക്ഷെ എങ്ങാനും എന്റെ പൊന്നിറക്കം നീ വായെന്ന് വെച്ച് പിണ്ടാതിരുന്ന്. ഞാൻ വല്ല പെൺപിള്ളേര് വന്നിട്ടുണ്ടോ ഒന്ന് നോക്കട്ടെ. വെറുതെ അല്ലടാ നിനക്ക് പെണ്ണ് കിട്ടാതെ. ഈ സ്വഭാവം വെച്ചിട്ട് നീ ആ പെണ്ണിനെ വല്ലോട് തെരഞ്ഞിട്ടിട്ട് അടുത്ത പെണ്ണിനെ അന്വേഷിച്ച് പോലോ. അതെന്തിനാ ഇപ്പൊ ഇവിടെ പറഞ്ഞേ? അവൾ എന്റെ ഗേൾ ഫ്രണ്ട് ഒന്നും അല്ലല്ലോ അവളിങ്ങനെ നോക്കിക്കൊണ്ട് നടക്കാൻ. നീ എന്ത് പാടാ ഇങ്ങനെയൊക്കെ പറയുന്ന? ഇതെന്തുവാ? വണ്ടിയുടെ താക്കോല. അയ്യോ, എനിക്കത് മനസ്സിലായില്ലായിരുന്നു. എടാ പൊട്ട, ഇത് എന്തിനാന്ന്? നീ എടുത്ത് കൊണ്ടുപോയി അവൾ വിളിച്ചോണ്ട് വരിക, അവളെ വീട്ടിൽ കൊണ്ടാക്കുക. എന്നാന്ന് വെച്ചാൽ കാണിയിട്ട്. ഇങ്ങോട്ടാ, ഞാൻ വിളിച്ചോളാം. എക്സ്ക്യൂസ് മീ, ഇവിടെ സ്റ്റാഫ് റൂം എവിടാ? വായോ, ഞാൻ കാണിച്ചു തരാം. അവൻ പോയി. ഇനി ഏത് കാലത്ത് വരും ഈശ്വര? എടി നീ എങ്ങനെ വന്നേ? ഞാൻ ബസ്സിനാ വന്നത്. അച്ഛൻ എന്നെ കൊടുന്നാക്കാന്ന് പറഞ്ഞതാ. അപ്പൊ ഞാൻ ഇറങ്ങാൻ വൈകിപ്പോയി. അപ്പൊ അച്ഛൻ പോവുകയും ചെയ്തു. ഞാൻ മര്യാദയ്ക്കപ്പ നിന്നോട് പറഞ്ഞ, നിന്നെ വിളിച്ചു നോക്കിയാ എങ്ങനെ വന്നേ, അല്ലെങ്കിൽ നമുക്ക് പോയി കൂട്ടിയിട്ട് വരാന്ന്. അയ്യോ, അല്ലെങ്കിൽ അവൻ നല്ല കാര്യം ഒന്നും ചെയ്യില്ലല്ലോ. ഇന്ന് ആരെ പുറകെ പോയേക്കണേ? ഏതോ ഒരു പെണ്ണ് പുതിയതാന്ന്. അവള് സ്റ്റാഫ് റൂം എവിടെയെന്ന് വെച്ചാ വന്നേ. ഇതെന്റെ പേരെന്നാ? ദിയ. കളിയാക്കുന്നതാണോ? അല്ലടാ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ. നല്ല പേരല്ലേ? പിന്നെ എന്റെ പേര് മിലു. വീട് എവിടാ? ഇവിടെ അടുത്താണോ? അല്ല, കുറച്ച് പോണം. ഒറ്റ മിനിറ്റ്. എടി നിന്റെ അടുത്തല്ല ഞാൻ പറഞ്ഞ ഗേറ്റിന് പുറത്തേക്കാ. നീ എന്താ ഇതിന്റെ ഉള്ളിൽ കയറി നിൽക്കണേ? നീ മോളെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഞാൻ 1/2 മണിക്കൂറായി പുറത്തിറങ്ങിക്കണേ. നീ എവിടെ പോയി കിടക്കുമായിരുന്നു? നീ ഇരുന്ന് പറയുന്ന പോലെ അല്ലേ, എനിക്ക് അവിടെ നിന്ന് ബസ് അടിച്ച് ഇവിടം വരെ വരണ്ടേ. അപ്പൊ അത്രയും ടൈം എടുക്കൂലേ? നിനക്ക് നീ വൈകൂന്ന് അറിയായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ എന്നെ വിളിച്ച് നേരത്തെ ഇറങ്ങാൻ പറഞ്ഞ? അതെ, നിങ്ങൾ ഇവിടെ കിടന്ന് അടി ഉണ്ടാക്കാണ്ടിരിക്കേ. അതിന് നീ ഏതാടാ? എന്റെ പൊന്നു മോളെ, നീ വായെന്ന് ഉറച്ചിരുന്നേ. പറ്റത്തില്ല. സോറി ഏട്ടാ, ചേട്ടൻ പൊക്കോ. താങ്ക്സ്. എന്റെ ഈശോയെ, പ്രാന്താണോന്നാവോ? എന്ത് പറ്റി പോയിട്ടങ്ങ് നേരത്തെ വന്ന? എടാ, അവക്ക് പ്രാന്താന്ന് തോന്നണ. അതെന്താ? ദിയക്കല്ല, അവളുടെ കൂടെ വന്ന കുട്ടിക്ക്. അതിന് ദിയ ഞാനിപ്പോ ഇവിടെ നിന്ന് കൊണ്ടുപോയ വെച്ച്. ഞാൻ അവിടെ ചെന്നപ്പോ ഒരു സാധനത്തിന് കണ്ടു. അവളുടെ കൂട്ടുകാരിയാന്ന് തോന്നണം. അതിനെന്തോ തലയ്ക്ക് ഓളവാ. അതെന്ത്? എടാ, അങ്ങോട്ട് ചെന്നപ്പോ അതുങ്ങൾ 2 വഴക്കുണ്ടാക്കി. ഞാൻ ആ വഴക്കൊന്നും നിർത്താൻ പറഞ്ഞപ്പോ അവളെ എന്റെ മക്കിട്ട് കയറണം. നിനക്ക് അങ്ങനെ തന്നെ വേണം. നീ പോയി ചോദിച്ചു മേടിച്ചതാ. അവര് വഴക്കുണ്ടാക്കുമ്പോ അവിടെ മിണ്ടാണ്ടിരുന്നാ പോരായിരുന്ന? ടീടെ, നീ പോടി കുരുട്ടടക്കേ. പിന്നെ പറഞ്ഞാലോ ഈ ഫിൽറ്ററിന്റെ മുഖം വെച്ചിരിക്കായിരുന്നു പോടുന്നു. അത് കറക്റ്റ്. ഓവറാക്കില്ലേ? അത് തന്നെ എനിക്ക് നിന്റെ അടുത്ത് പറയാനുള്ളത്. എടാ പോട, എന്ത് വാണിത്? നീ മര്യാദയ്ക്ക് വായടച്ചിരിക്കുന്നതാ നല്ലത്, അല്ലെങ്കിൽ ഞാൻ കേൾക്കും. ഓ ശരി. എനിക്ക് എന്തോ അവളെ ഭയങ്കര ഇഷ്ടമായി. അവനിപ്പോ കൂട്ടിട്ട് പോയി പെണ്ണില്ലേ, അതാണ്.
കണ്ട അവനെ മനസ്സിലായി. നോക്കിക്കോ, ഞാൻ അവളെ ആർക്കും വിട്ടുകൊടുക്കുകയില്ല. എന്റെ പൊന്നു മിരനെ, നീ എല്ലാ വർഷവും ഇങ്ങോട്ട് വരുമ്പോ ഇത് തന്നെയാ പറയുന്നു. ഒരു പെണ്ണിനെ കാണുമോ അപ്പ ഈ ഡയലോഗ് അങ്ങ് അടിക്കും. ഇത് വേറെ അത് വേറെ. ഞാനിത് സീരിയസ് ആയിട്ട് പറഞ്ഞാടാ. അന്ന് നീ ഈ വായി കൊണ്ടാ പറഞ്ഞേ, ഇന്ന് നീ ഈ വായി കൊണ്ടാ പറയുന്ന. എടാ അതൊക്കെ ചുമ്മാ വെറുതെ ഞാൻ എന്റെ കൊഴുത്തിൽ ഇറക്കിയത്. പക്ഷെ ഇത് എനിക്ക് സീരിയസ് ആണ്. അതെ സീരിയസ്. 2 ദിവസത്തേക്ക്. എന്റെ പൊന്നുമില്ല, നിനക്കിത് പറഞ്ഞ് മടുക്കണില്ലെങ്കിൽ ഞങ്ങൾക്കിത് കേട്ട് മടുക്കുന്നുണ്ട്. അല്ലല്ലോ, ഞാൻ പറയണെന്ന് നിങ്ങൾ വിശ്വസിക്കൂലല്ലോ. മനസ്സിലാക്കി കളഞ്ഞു പോടന്നു. ഡിപ്പുല്ലേ, നീ മര്യാദക്ക് വേടച്ചു, അല്ലെങ്കിൽ നിന്റെ കയ്യിൽ കിട്ടും നിനക്ക്. എന്തുവാ മോനിപ്പ എന്നെ വിളിച്ചേ? നോക്കിക്കോട്, ഒരു കാലത്ത് നിനക്ക് പെണ്ണ് കിട്ടൂല. എന്താ നിനക്ക് ഞാൻ വെച്ചിട്ടല്ലേ? നീ എന്തുവാ വെച്ചേക്കുന്ന? താഴെ എനിക്ക് നോ, എന്റെ അടുത്ത് വരരുത്, നീ തല വെട്ടിക്കളയും. നീ അലത്തു. നീ അവളെന്തായാലും ചെയ്ത് നിനക്ക് അത് പറഞ്ഞ സാധനം തിരിച്ചു കിട്ടിക്കോളൂ. ഓഹോ, 3 പേര് ബെസ്റ്റ് ഫ്രണ്ട്സ് ആന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഇടയിൽ കൂടെ വേറെ ആൾക്കാര്. ഞാൻ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കൂല. നിങ്ങൾ എന്താന്ന് വെച്ചാൽ കാണിക്കും, ഞാൻ പോവാ. എന്റെ പിശാചികളൊന്നും തിരിച്ചു വിളിച്ചെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോ? നീ പൊക്കോ, അതുവഴി പൊക്കോ, പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നിരിക്കരുത്. അയ്യേട്ടാ, പള്ളി പോയി പറഞ്ഞാൽ മതി. ഞാൻ അങ്ങനെ ഇപ്പൊ നിങ്ങൾ സൂക്ഷിക്കണ്ട. ഓ ഈശ്വര, ഇതൊരു ഒഴിയാപാതായോന്നാവോ? സെലി ഡോണ്ടു അങ്ങനെ പറഞ്ഞൂടാ. ഞാൻ അങ്ങനെ തന്നെ പറയും. നീ ഇന്നെ കൂട്ടാണ്ടല്ലേ ഇങ്ങോട്ട് വന്നേ? Hey madam, your dad told me he will drop you here. So that's why I didn't come to pick you. നീ ഇപ്പൊ പറഞ്ഞ കാര്യം മലയാളത്തിൽ പറഞ്ഞു കൊടുത്താൽ പോലും അവൾക്ക് ഇത്ര മനസ്സിലാവില്ലായിരുന്നു. ഹലോ ഗൈസ്, ഒരു ഹാപ്പി ന്യൂസ്. ഓ, നീ ഇപ്പൊ വന്നടാ? ഞാൻ ഇപ്പൊ വന്നോളൂ. എന്റെ പെണ്ണ് വന്നിട്ടുണ്ട്. പെണ്ണോ? യാ ബ്രോ, എൻ്റെ ഗേൾ ഫ്രണ്ട്, അവൾക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടി. അവൾ ഇവിടെ എവിടെയോ ഉണ്ട്, എനിക്ക് കണ്ടുപിടിക്കണം. ഓ, നീ സെറ്റായോ? എടാ, ഈ പെമ്പിള്ളേർ പുറകെ പോണ സമയത്ത് 2 അക്ഷരം ഒന്ന് പഠിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഭാവിക്കെങ്കിലും നല്ലതായിരിക്കും. എന്താടാ നിനക്ക് ഇത്ര നേരം ഇല്ലാത്തോളൂ ചുമ? എന്റെ പൊന്നഭിമം പറയുന്ന കേട്ടിട്ടൊന്നും നീ ആ പെണ്ണിനെ പോയി തേക്കാൻ നിൽക്കരുത് കേട്ടോ. പെണ്ണില്ലാത്തവർ അങ്ങനെ പലതും പറയും. നീ എന്തിനാ ഇരിക്കുന്നേ? നിനക്കുണ്ടാ പെണ്ണ്? നീ പോടാ, എനിക്ക് പെണ്ണൊക്കെ ഉണ്ട്. ശരിക്കും? ആരാ പെണ്ണ്? ഉണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല. ആഹാ, അങ്ങനെ പറ. അന്ന് എനിക്കും ഉണ്ട് പെണ്ണ്. മറ്റേ പെണ്ണല്ലേ? എന്തായിരുന്നു അവളുടെ പേര്? ദിയ. അതേടി, അവള് തന്നെ. നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാ? അയ്യോ, എനിക്കെന്ത് പ്രശ്നം? അല്ല, നിന്റെ മോന്തയ്ക്ക് എന്തോ വശവിശക്ക്. ഗൈസ്, നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ പോയി അവളെ കണ്ടുപിടിക്കട്ടെ, അല്ലെങ്കിൽ അവൾ ഇനി വഴക്കുണ്ടാക്കും. ചെല്ല്, അവളെ പോയി കണ്ടുപിടിക്കും. എന്നിട്ട് ഞങ്ങൾക്ക് അവളെ പരിചയപ്പെടുത്തിതാ. ആടി, ഞാൻ പോയി കണ്ടുപിടിക്കട്ടെ, എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. വന്ന് നിന്നെ മിസ് വിളിക്കുന്നുണ്ട്. എന്തിനാ? നിന്നോട് മാറ്റേ ചാർട്ട് വരച്ച് കംപ്ലീറ്റ് കൊടുക്കാൻ പറഞ്ഞു. ഓ ആടി, വരണം. അപ്പോൾ കഴിച്ച് ഞാൻ പോയി വരച്ചു കൊടുക്കട്ടെ. നിങ്ങൾ കളക്ഷനൊക്കെ എടുത്തിട്ട് ക്ലാസ്സിൽ കയറാൻ സമയമാകുമ്പോൾ അങ്ങോട്ട് വന്നേരം ഞാൻ അവിടെ ഉണ്ടാവും. എടി സെലി, ഞാനും വരാം. അല്ലെങ്കിൽ ഇവന് ഓരോ പെമ്പിള്ളേരെ പുറകെ പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും. എങ്കിൽ വായ. എന്താടാ നീ എന്നെ ഇങ്ങനെയൊക്കെ നോക്കുന്നേ? ഒന്നുമില്ല, ഞാനത് പെട്ടെന്ന് നീ എന്താ ഇതെന്ന് നോക്കിയതാ. എന്റെ ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു രക്ഷയില്ലായിരുന്നു. ഡാൻസ് പൊളിന്ന് പറഞ്ഞ പൊളി. നീ എന്ത് അടിപൊളിയായിട്ടാ കളിച്ചെന്നറിയോ? നിനക്ക് നടുക്കെങ്ങനെ നിന്നാ മതിയായിരുന്നു. ആ നടുക്കുന്ന കൊച്ചു ഫുള്ള് തെറ്റിച്ച്. അപ്പൊ എന്റെ ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? വലിയ കുഴപ്പമില്ല. പിന്നെ വേറൊരു കാര്യം, നീയോളം പയറായാ മതിയായിരുന്നു. അവന്റെ നോട്ടമൊന്നും അത്ര ശരിയല്ലായിരുന്നു. അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, ഡാൻസ് കളിക്കുമ്പോ നിന്റെ അടുത്തുള്ള നോട്ടമൊന്നും അത്ര ശരിയല്ലായിരുന്നു. അപ്പൊ നീവനാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. അവൻ അങ്ങനെയുള്ള ഒരാളല്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേരും പെയറായിരുന്നെങ്കിൽ ഇന്ന് ഡാൻസ് കളിക്കില്ലായിരുന്നു. എത്രയൊക്കെ അറിയാവുന്ന ആളെന്ന് പറഞ്ഞാലും എങ്ങനെ വിശ്വസിച്ചിട്ടാടാ ഈ പെമ്പിള്ളേരൊക്കെ അവന്മാരുടെ അടുത്തോട്ട് വിടുന്നത്? എടാ, നിനക്ക് എന്താടാ? ഏത് പെമ്പിള്ളേരെ അവൻ്റെ അടുത്തോട്ട് പറഞ്ഞു വിട്ടേ? എനിക്ക് വേറെ ആരെയും കാര്യം അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഇവിടെ കാര്യം തന്നെ പറഞ്ഞ. അതെന്നാ, ഇവള് നിന്റെ ഭാര്യയാ? പോടാ, അവൻ ഓരോന്ന് പറഞ്ഞ് ഇറങ്ങിക്കോളും. ഗൈസ്, ഇതാണ് എന്റെ പെണ്ണ്. ദിയ, നീ? അലവിലാതി, എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഇതാണ് അവൻ പറഞ്ഞോണ്ടിരുന്ന ദിയ. എടാനും ഞാൻ എന്തുവാ ചെയ്തേ? നിന്നോട് ദൈവം ചോദിക്കൂടാ. എക്സ്ക്യൂസ് മീ, താൻ എന്റെ ബോയ് ഫ്രണ്ടിനെ പ്രാകുന്നോ? ഇവളാണോ നിന്റെ ഗേൾ ഫ്രണ്ട്? അതെ, നീ ആരാന്ന് വിചാരിച്ചേ? എന്റെ ഈശോ, എന്റെ ചെറുക്കനൊന്നും വരുത്തിയേക്കരുത്. സോറി ഗൈസ്, എന്റെ മിസ്റ്റേക്ക് ആണ്, എന്നോട് ക്ഷമിക്കണം. എന്താ പേര്? എയ്റ. ഓ എയ്റ, എന്റെ പേര് മിലൻ. ഹായ്, ഞാൻ സെലിൻ.
പിന്നെ ഇവൻ നെയ്തൻ, ഇവൻ ആരടുത്തും അങ്ങനെ സംസാരിക്കൂല. ആ കൂടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് കാണും. എന്തിനു പറയാൻ, ഇവന് ആ മര്യാദയ്ക്ക് അഭിയോട് പോലും സംസാരിക്കുന്നത് ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. അവൻ്റെ പേര് പറയാൻ പോലും പോകുന്നില്ല. അതാ ഞാൻ പറഞ്ഞ. എടാ ഞങ്ങളെന്നാ പോവാ. നിങ്ങളെല്ലാരും പരിചയപ്പെട്ടില്ലേ? ഇനിയൊന്നും ഇല്ലല്ലോ, ഞങ്ങൾക്ക് കറങ്ങാനൊക്കെ പോകണം. അപ്പോൾ ദിയ, നീ എങ്ങനെയാ പോകുന്ന? ഞാൻ ബസ്സിനാ പോകുന്ന. ആ ഓക്കെ, ബൈ, നാളെ കാണാം. അശ്ശോ, ഞാൻ എൻ്റെ ഫോൺ എടുക്കാൻ മറന്നു. നിങ്ങൾ ബസ് സ്റ്റോപ്പിട്ട് പൊക്കോ, ഞാൻ ഫോൺ എടുത്തിട്ട് വരാം. ഫോൺ എടുത്തിട്ട് അങ്ങോട്ട് തന്നെ വന്നേക്കണം. നിന്നെ കണ്ടില്ലെങ്കിൽ ഞങ്ങൾ ബസ് വന്നാൽ പോകും. ആടി വരാൻ ഒരു 5 മിനിറ്റ്. ആ റിതലിൻ്റെ കയ്യിൽ എങ്ങാണ്ട് എൻ്റെ ഫോൺ ഇരിക്കുന്നത്. വാടിച്ചില്ല, നമുക്ക് പോവാം. ആ വായ പോവാം. ഇവിടെ ഇതുവരെ പോയില്ലേ? ഇവിടെ എന്നെ ഒറ്റയ്ക്ക് കിടക്കുന്നേ. ദിയ, എടി നീ എന്നെ വീട്ടിൽ പോവാത്ത? ഇതെന്താ ഇതിൽ കൂടെ ഒറ്റയ്ക്ക് കിടക്കുന്നേ? ഞാൻ ദിയ അല്ല.